ഇന്നലെ വൈകിട്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട് വന്ന രോഗിക്ക് മരുന്ന് മാറി പേവിഷത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്ന ഒരു സാഹചര്യം കേരളം നമ്പർ 1 ആണ് ആരോഗ്യരംഗത്ത് എന്ന് പറയുമ്പോഴും ഗുരുതരമായ വീഴ്ചകളാണ് അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പിൽ നടക്കുന്ന വീഴ്ചകളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. UDYFിൻ്റെ ഉപരോധ സമരത്തെ തുടർന്ന് നടത്തിയ ചർച്ചയിൽ ബന്ധപ്പെട്ട സൂപ്രണ്ട് നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത് വീഴ്ച വരുത്തിയിട്ടുള്ള ആളുകൾക്ക് അർഹമായ നടപടി ഉണ്ടായിരിക്കും. DMO സംഘം ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവർ മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഉച്ചയോടുകൂടി ഈ വിഷയത്തിൽ ഗുരുതരമായ വീഴ്ച നടത്തിയ സ്റ്റാഫിനെതിരെ ശക്തമായ നടപടി, ശിക്ഷണ നടപടി ഉണ്ടാകും എന്നുള്ള ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് UDYF ഈ ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. സാധാരണക്കാരൻ്റെ അത്താണിയായിട്ടുള്ള ഇത്തരം ആശുപത്രികളെ ധർമാശുപത്രികളെന്നാണ് നാട്ടിൽ പറയപ്പെടുന്നത്. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ആളുകൾ വന്നു പോകുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ അവർക്ക് വിശ്വാസ്യതയോടെ ചികിത്സിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനപ്പുറം മൂല്യച്യുതിയൊന്നും സംഭവിക്കാനില്ല. ഇത് ഗൗരവമായി കാണാതിരിക്കുകയും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഭരണാധികാരി വർഗം എടുക്കുന്ന തീരുമാനങ്ങൾ സ്വാഭാവികമായും ബഹുജനത്തെ അല്ലെങ്കിൽ പൊതുജനത്തെ എത്രത്തോളം ഗുരുതരമായി ബാധിക്കുന്നു എന്ന തിരിച്ചറിവ് സമൂഹത്തിനുണ്ടാകേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ മാത്രമല്ല, ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള പേവിഷത്തിനെ ഉപയോഗിക്കുന്ന ആൻറ്റി റാബീസ് വാക്സിൻ സാധാരണ 18 വയസ്സുള്ള ഒരു കുഞ്ഞിന് കുത്തിവെച്ചതിൽ മാത്രമല്ല, ഇവിടെ ചികിത്സാ പിഴവുകളേക്കാൾ അപ്പുറം ചികിത്സാ പിഴവുകൾ ഗുരുതരമായി ഉണ്ടാകുമ്പോൾ തന്നെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിലെ മന്ദീഭാവത്തിനും മുഖ്യ ഉത്തരവാദി 1/4 നൂറ്റാണ്ടായി ഇവിടെ നയിക്കുന്ന അല്ലെങ്കിൽ ഇവിടെയുള്ള ജനപ്രതിനിധിയാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണാധികാരത്തിലുള്ള ഈ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പരാതി പറയരുത് എന്ന് അവിടെ ചെന്ന് ഭീഷണിപ്പെടുത്തുവാൻ തയ്യാറാകുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ് എന്നുള്ളപ്പോൾ ഇതിൻ്റെ ഗൗരവം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇവിടുത്തെ ചികിത്സാ പിഴവ് മൂലം ഉണ്ടായിട്ടുള്ള ഈ ഗുരുതരമായ വീഴ്ച, ആ കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കാനും ഒരു മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് അതിന് ഈ ആൻറ്റിവെനിൻ ശരീരത്ത് പ്രവേശിച്ചത് കൊണ്ടുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റുകളെക്കുറിച്ച് മനസ്സിലാക്കാനും അതിന് മതിയായ ചികിത്സ കിട്ടാനും അതിന് ഉത്തരവാദികൾക്ക് ആയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാനും അതോടൊപ്പം ഈ താലൂക്ക് ആശുപത്രിയുടെ മുരടിച്ച വികസനം ഒരു തുറന്ന ചർച്ചയായി മാറുവാനും കഴിയുന്ന തരത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ വിഷയം ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പാവങ്ങൾക്കും ജീവിക്കണ്ടേ, പാവങ്ങൾക്കും ജീവിക്കണ്ടേ, പാവങ്ങൾക്കും ജീവിക്കണ്ടേ, പാവങ്ങൾക്കും ജീവിക്കണ്ടേ.